സാമ്പാർ ചേട്ടാ, സാമ്പാർ തരാൻ. നിനക്ക് എന്തിന്റെ കേടാണ്? നിനക്കറിയാൻ പാടില്ല ഇവിടെ സാമ്പാർ വിൽക്കാൻ പാടുന്നുള്ള കാര്യം നിനക്കറിയാൻ പാടില്ലേ? അതെന്താ? ഈടാ സുഗുണന്റെ അച്ഛന്റെ ഇരട്ട പേര് സാമ്പാർ എന്നല്ലേ? അവൻ എന്നോട് വാണിങ്ങി നിൽക്കണേ ഈ കടയിൽ ഇനി സാമ്പാർ വിൽക്കരുത്. വിറ്റ് അവൻ 5000 രൂപ ഫൈൻ കൊടുക്കണം. പൊളിച്ചും പാത്തുമാണ് ഞാൻ ഈ സാധനം വിൽക്കണത്. അത് തന്നെയല്ല, 2 ദോശ മേടിച്ചിട്ട് നീ അരത്തോട്ടി സാമ്പാർ കയറ്റിയില്ലടാ. നീ കിണങ്ങി നമ്മന്നാണടാ. നീ ഉള്ള കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സാമ്പാറിന് നിന്റെ കൊന്നുകളെ ഞാൻ പറഞ്ഞു. കേട്ടോ, നിങ്ങൾ വലിയ കഷ്ടം തന്നെ കേട്ടോ. നീ തിന്നണ്ട, നീ എന്റെ കട പൂട്ടിക്കാൻ നീ എടുത്തിട്ട് പോയടാന്ന്. ആവശ്യമില്ല മനുഷ്യനും. ഞാൻ കഴിക്കുന്നു. എന്തോ അല്ല, കാശ് തന്നിട്ട് പോയിട്ടാ. കാശ് ഞാൻ പിന്നെ വരുമ്പോ തന്നോളാം. പിന്നെ തരാന്ന്? പിന്നെ ഞാൻ തന്നോളാം. ഒരു കണക്കിനാണ് ഞാൻ കട നടത്തണം, പിന്നെ തരാന്ന്. എന്തൊരു പട്ടിക്കാട്, അവിടെ റേഞ്ചും ഇല്ല, നല്ല താമസ സ്ഥലമില്ല, ഫുഡില്ല, എന്ത് കഷ്ടമാണ്. നമസ്കാരം. ഗോപി മഞ്ചേരി ഉണ്ടോ? ഉണ്ടായിരുന്നു സാറേ, ലീവിന് പോയിട്ട് വന്നില്ല. ആരെയാ ഉദ്ദേശിച്ചത്? ഇവിടെ പണിക്കുന്ന ഗോപി മഞ്ചേരി. അയ്യോ, നിങ്ങളുടെ ഗോപി മഞ്ചേരിക്ക് പോയ കാര്യമല്ല ചോദിച്ചത്. പിന്നെ ഗോപി മഞ്ചേരി ഒരു ഫുഡിന്റെ പേരാ. അയ്യോ അതില്ല സാർ. അതൊന്നും അറിയില്ല. അതില്ല. ചിക്കൻ ചാപ്സ് ഉണ്ടോ? ഇല്ല. ഇത് മറ്റേ മട്ടൻ ചാപ്സ്? ഇല്ല. വെറും ചാപ്സ്? ഇല്ല. പിന്നെ എന്താ ഇവിടെ ഉള്ളത്? സാർ ഇവിടെ ദോശയുണ്ട്, ചമ്മന്തിയുണ്ട്, കടലക്കറി, പുട്ട്, കപ്പ, മീൻകറി. അത്രയുണ്ട് സാധനമുണ്ട്. അത്രേ ഉള്ളൂ. ഇത് വെച്ചോണ്ടോ താങ്കൾ അഹങ്കരിച്ചോണ്ടിരുന്നു? അഹങ്കാരം? ഞാൻ എന്താണ് വിചാരിച്ചത് ഞങ്ങളെ പറ്റി? സാറ് ഞാനെന്താ അഹങ്കാരം കാണിച്ച്? എന്താ അഹങ്കാരം? ഇവിടെ അവിടെ സീരിയൽ നടക്കുന്നില്ലേ? ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോകണം. ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോകുന്നത് താൻ പറഞ്ഞ ഫുഡ് വേണമെങ്കിൽ നീ പൈസ എന്തെങ്കിലും. അതെന്താന്നാ സാറേ, ഇവിടെ സീരിയലിൽ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് 10-13 പറ്റായി. ഞാൻ പറഞ്ഞു ഇനി കാശ് എന്നിട്ട് കൊണ്ടുപോയാൽ മതി. അവന്മാരെ പ്രൊഡ്യൂസർ വരുമെന്ന് പറഞ്ഞ വരട്ടെ, ഞാൻ പറയാം. ആ പ്രൊഡ്യൂസറാണ് ഞാൻ. അയ്യോ, ഞാൻ മെയിൻ നടനും കൂടാ. അധിക്ഷേപിക്കുന്നത് ശരിയല്ല. തനിക്കറിയാൻ മേല, ഞങ്ങള് 5 സ്റ്റാർ ഹോട്ടലുകൾ ഇങ്ങനെ കറങ്ങി കയറി ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണ്. അറിയോ? 65 ബൊഫേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ട് അത് ഒന്നും വേണ്ടാതെ തൊട്ട് നോക്കിയിട്ട് കൊള്ളത്തിലെന്ന് പറഞ്ഞ് കാശും കൊടുത്ത് പോയിട്ടുള്ളവനാ ഈ ജെയിംസ്. ഓക്കെ, ഞങ്ങളെയാണ് അധിക്ഷേപിച്ചത്. അല്ല സാറേ, ഇവിടെ ഞാൻ പച്ചരി മേടിക്കാൻ കാശില്ലാത്തോണ്ട് പറയാം. സാറ് വന്നോന്നല്ല, ഒരാളെ വിട്ടെങ്കിൽ ഞാൻ കൊടുത്തു വിട്ടേ. കാശ് കിട്ടിയാൽ മതി. കാശ് പണം പിന്നീട് വരും. ആദ്യം നല്ല സർവ്. ഓക്കെ ഓക്കെ. തനി ഒരു കാര്യം ചെയ്യും, ഒരു 3 ദോശയും 20 പേർക്കുള്ള പാഴ്സൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? സാറൊന്ന് ഇരുന്നാലും സാർ. ചമ്മന്തി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ തന്നിട്ട് കേട്ടോ. മറ്റേ ഫുഡ് റെഡി അല്ലേ? അയ്യോ, എന്തോടോ കാണിച്ചത്? സോറി സാർ, ഞാൻ എന്താ സോറി? ഇവിടെ ഇതാണ് തുണിയാണോ ഇത്? ഇതിവിടെ വേസ്റ്റ് തുടക്കണം തുണി. ഇവിടെ 15,000 രൂപ വിലയുള്ള കോട്ട ഇത്. അല്ല കുഴപ്പമില്ല സാറേ, ഞാൻ അറിയാതെ തൊടാണോ? കഷ്ടമാണെന്നാലും ചോദിക്കും. എനിക്ക് ദോശ വേണ്ട, തന്നെ ഒരു സാധനം വേണ്ട. പറയാം, എത്ര രൂപ? മൊത്തം 13,500 ഇതും കൂടി ആകുമ്പോ 13,800. 13,800 രൂപ. ഇതിന് വേണ്ടിട്ട് താങ്കൾക്ക് ഞങ്ങൾ അധിക്ഷേപിച്ചതില്ലേ? ഞാൻ പാഴ്സൽ എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ സാറേ, 20 പേര്. എന്നെ കോമഡിയാന്നാലും വലിയൊരു താങ്കട്ടാ ചിരിച്ചോണ്ട് ഓടി. കോമഡി ഭയങ്കര ഇഷ്ടമാണ്. എന്നാലേ ഞാൻ സീരിയൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന വേഷത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല വേഷം. അതെ അതെ, എന്റെ യഥാർത്ഥ വേഷത്തിലാണ് ഈ പേഴ്സ് കിടക്കുന്നത്. അപ്പൊ ഷട്ടൂരോട് ഇട്ടിരിക്കുകയാണോ? അത് എടുത്തില്ല. അപ്പൊ ഞാൻ പോയിട്ട് ഇത് കൊടുത്ത് പൈസ എടുത്തോടി വരാം. ഓക്കെ? അല്ലല്ല സാറ് പോകുന്നില്ല. അല്ല, പോണം. ഫുഡ് കൊടുക്കണ്ടേ? അല്ല, ഫുഡ് കൊടുക്കാം. ഫുഡിങ് അടുത്താ. ഈ പൈസ വെച്ചിട്ട് സാറ് പോയാൽ മതി. സാറ് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് നമ്മൾ പോയിട്ടില്ലേ? സാർ പൈസ തന്നിട്ട് പോയാൽ മതി. അല്ല, കാശൻ സാറേ, ഇതുപോലെ ഒരുപാട് അഭ്യാസം ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. പൈസ വെച്ചിട്ട് സാറ് പോയാൽ മതി. എന്ത് തരാന്ന്? അങ്ങനെയൊന്നും അല്ലല്ലോ സാറ് വന്ന് കാണിച്ചത്. ചില്ലി ചാപ്സ്, മട്ടൻ ചാപ്സ് പൈസ തന്നിട്ട്. എത്ര ഉണ്ട് കോട്ടിന് വില? 15,000. ഒരിക്കൽ അല്ലാതെ ഞാൻ ആളെ വിളിച്ചു കൂട്ടണം. ഊരടോ അടിക്കല്ലേ. എന്റെ ഒരു സീരിയല് കാര്യം ഞാൻ അറിഞ്ഞു, സംഭവം പൊളിഞ്ഞിരിക്കുകയാണെന്ന്. ആളുകളൊക്കെ പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് കാശ് വേണമെന്ന് ഇങ്ങോട്ടുണ്ട്. അല്ല, കോട്ട് വില 15,000. ഇങ്ങോട്ടാണോ? ഇനിയേ കാശ് വന്നിട്ട് കോട്ട് തരാം. അത് പറ്റില്ല. ഈ കോട്ട് ഇട്ടോണ്ട് ഞാൻ കണ്ടിന്യൂറ്റി അഭിനയിച്ചോണ്ടിരിക്കുക. കണ്ടിന്യൂറ്റി അടിക്കും. കണ്ടിന്യൂറ്റി അല്ല, നിന്നെ ഞാൻ അടിക്കും. ഞാൻ പറഞ്ഞേക്കാം, ഒരു അഭ്യാസമായിട്ട് വന്നേക്കണം. ഒന്ന് സഹോദര, ലോണും വിലയൊക്കെ വീടും ഒക്കെ വിറ്റിട്ട് ഒരു സീരിയൽ തുടങ്ങിയതാ. അയ്യടാ, ദൈവത്തോർത്ത് ഉപദ്രവിക്കരുത് പ്ലീസ്. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നെങ്കിൽ നിനക്ക് ഈ കാശ് തന്നിട്ട് ഈ സാധനമായിട്ട് പോകാം. അല്ലെങ്കിൽ മഞ്ചേരിയിലുള്ള എന്റെ പണിക്കാരുണ്ടല്ലോ, അവൻ വരുന്നവരെ ഇവിടെ എന്നെ സഹായിക്കാം. പണിക്കാരനായിട്ട് നിന്ന് ഈ കാശ് നിനക്ക് തീർക്കാം. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെന്ന് നീ തീരുമാനിച്ചു. ആദ്യത്തെ വേണം, രണ്ടാമത്തെ വേണം? ഞാനിങ്ങ് എടുക്കുക. നീ എന്തേലും എടുക്ക, നീ പറ. രണ്ടാമത്തെ ഓപ്ഷനാണ് പണിക്കാരനായിട്ട്. എന്നാ പോയി ചെല്ലിപ്പോ പണിക്കാരനായിട്ട് ആളുകൾ കയ്യിലൊക്കെ മഞ്ചേരിയുടെ അവിടെ എന്തൊരു കയ്യിൽ ഇതിൽ കൊടുക്കണം.
കയ്യിൽ കൊടുക്കണ്ട, ഞാൻ കഥാപാത്രമാകും. കഥാപാത്രം അല്ല ആയിരിക്കണം, മൊത്തം പാത്രം കഴുകി വെക്കണം. പോ അവിടെ ഇരിപ്പുണ്ട് കയ്യിൽ. പോ. ഞാൻ കഴുകണം. പിന്നല്ലേ ഞാൻ കഴുകണം. കഴുകാം. പോ. കോട്ട് ഇവിടെ ഹലോ ഹലോ, ഓ ദോശ ഉണ്ടോ? പിന്നെ ദോശയുണ്ട്. ഉണ്ടാ? ദോശയുണ്ട്. 2 ദോശ. ആയിക്കോട്ടെ. കറി എന്താ ഉള്ളേ? കറി എന്ന് പറഞ്ഞാൽ മുട്ടക്കറി ഉണ്ട്, ആ. പുട്ടു ഉണ്ട്, പിന്നെ കപ്പയും മീൻകറി ഉണ്ട്. ഇതൊന്നും വേണ്ട, സാമ്പാർ കൊണ്ടുവാ. ആ, സാമ്പാറില്ല. അയ്യോ സാമ്പാർ വേണം, ദോശ കഴിക്കണേ എനിക്ക് സാമ്പാർ വേണം. അത് മിണ്ടല്ലേ, ഞാൻ പറയാം. അതൊരു കാര്യമുണ്ട്. എടാ ദോശ എടുത്തു വിടറാ. അതായത് ആ. ഇവിടെ ഒരു ഈ ഏരിയയിൽ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. ആ, സാമ്പാർ വിൽക്കാനൊക്കെ അല്ല, ഒരു ഗുണ്ടയുടെ അച്ഛന്റെ ഇരട്ടപ്പേരാ സാമ്പാർ എന്നുള്ളത്. സാമ്പാർ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഫൈൻ അടക്കണം 5000 രൂപ. എടോ ഇങ്ങനെയൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോടോ? എന്റെ വേറെ പണി വല്ല നോക്കിയേട്ടാ, ഞങ്ങള് ഗുണ്ടാ ഫാമിലിയാ. തുടർന്നില്ല. അപ്പൊ കുഴപ്പമില്ലേ? കുഴപ്പം ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും സാമ്പാർ കൊടുക്കണ്ട. ഞാൻ തരാം സാമ്പാർ. അല്ല സാമ്പാർ ഞാൻ കൊടുക്കാമെന്ന്. കുഴപ്പമില്ല, സാമ്പാർ ഞാൻ കൊടുക്കാം സാമ്പാർ. അല്ല കൊടുക്കല്ലേ സാമ്പാർ കൊടുക്കല്ലേ. സുഗുണം തന്നെ സാമ്പാർ കൊടുക്കല്ലേ. സാമ്പാർ വേണോ? അല്ല കറി ചോദിച്ച തെറ്റാണോ? എന്താ നിനക്ക് കറി? എനിക്ക് ദോശ നനക്കാൻ. ദോശ നനയ്ക്കാനാ? നനയ്ക്കാനാ? നനച്ചാ മതിയോ? ആ, പറയണ്ടേ? ഇതെന്ത് പണിയാ കാണിച്ചത്? വെള്ളം ഒഴിച്ച് നനക്കാനല്ലേ ഞാൻ പറഞ്ഞത്? നല്ലോണം കുന്നിരിക്കടാ. ഹലോ ഇതെന്ത് പരിപാടി കാണിച്ചു? ഭക്ഷണത്തിനകത്ത് മണ്ണ് പരിയിട്ടാലും വെള്ളം കോരി ഒഴിക്കുന്ന അറിയാൻ പറ്റേ? നീ ആരാ? ഞാൻ പുതിയതാ. അതിന് അതിന് ആരെന്നറിയോ? നീ ആരെന്നറിയണേ? ആരായാലും എനിക്ക് ആരായാലും നീ ഗുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മുട്ടി നോക്കി. അതെ സുഗുണം. മിണ്ടരുത്. നിന്റെ ബാക്കി പല്ലൂടടിക്കാൻ ഞാൻ പാലക്കാട് പോകാൻ നീ ഏത് വഴിയാ പാലക്കാട് പോണേ? ഞാൻ മണ്ണൂത്തി വഴി പോകും. അതാ നീ ഒരു കാര്യം, നിനക്ക് വേറെ എളുപ്പ വഴി ഞാൻ പറഞ്ഞു. ഞാൻ പാലക്കാട് പോയി. നീ തൃശ്ശൂർ വരെ പോണ്ട. എളുപ്പത്തിന് നീ തിരുവനന്തപുരത്ത് ചെന്നിട്ട് അതുവഴി നീ പാലക്കാട് പോയാൽ. തിരുവനന്തപുരം ചെന്ന് അതുവഴി തമിഴ്നാട് വഴി കറങ്ങി കോയമ്പത്തൂർ വന്ന് അവിടെ നിന്ന് പാലക്കാട്. അത് എളുപ്പ വഴിയാ, കോയമ്പത്തൂർ വഴി. എളുപ്പമാണ് നല്ലത്. മണ്ണൂത്തി വഴി പോണത് എളുപ്പം. തിരുവനന്തപുരം വഴി പോയാൽ ഞാൻ മണ്ണൂത്തി വഴി പൊക്കൊള്ളാം. തിരുവനന്തപുരം വഴി പോടാ. മണ്ണൂത്തി വഴി പൊക്കൊള്ളാം. ഇങ്ങ വന്നേ. നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോണം. എന്നാ നീ മണ്ണൂത്ത് വഴിയാ തിരുവനന്തപുരം കോയമ്പത്തൂർ വഴിയാ പോകാന്ന് പറ. എന്നാ പിന്നെ ചേട്ടൻ പറഞ്ഞ വഴിയെ പോകാം. അതെ. അങ്ങനെയാണെങ്കിലേ എനിക്കൊരു 5 ദോശയും സാമ്പാറും എടുത്തോ. ഞാൻ പറഞ്ഞിട്ടില്ലടാ. പണിയാടാ കാണിച്ചത്. ഗുണ്ടയാണ്, കളരിക്കാരനാണ്. നിന്റെ അവസാനൊരുത്തം വന്നിട്ടുണ്ടാ നീ ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കണത് എന്ന് കേൾക്കറാ. അവൻ അഭ്യാസമാണ്. ഇവനെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു അഭ്യാസമാണ്. അതൊക്കെ നട്ടാലോടിക്കണേ. മാറി ഞാൻ എരിഞ്ഞമർന്ന് ഇവന്റെ മർമ്മം തകർക്കും. ചോട് മാറി അടിക്ക്. വേറെ അടവെടുക്കാനായിട്ട് അതില്ല. നീ ദോശയോടെ നീ വേറെ കറി വെക്കാം. അയ്യോ ദോശയുടെ കൂടെ ചമ്മന്തി, കടലക്കറി, പിന്നെ ഈ കഷ്ണങ്ങളെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരു മിശ്രിതം. അത് മതി. മറ്റേ പേര് വേണ്ട. ഇല്ല, ആ സാധനം കൂടെ കൊടുക്കണ്ട. കൊടുക്കുന്നില്ല. നീ ഇപ്പൊ ഇത്ര നേരം അത് വെച്ച് കച്ചവടം ചെയ്തോണ്ട് 5000 രൂപ. 500 രൂപയുടെ കച്ചവടം തികച്ചു നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 5000 രൂപ? പൂജ വിട്ട് 5000 രൂപ. എന്റെ സുഗുണ ഇവിടെ കച്ചവടം നടക്കട്ടെ. നീ പോകണ്ട, നീ പോകണ്ട. പോലീസ് സാർ വരുന്നുണ്ട്. പോലീസ് അല്ല, പട്ടാളം. ഞാൻ പറഞ്ഞു കൊടുക്കണം നിന്റെ അക്രമം. സാറേ എന്താ കഴിക്കാൻ? കഴിക്കാന് ദോശയുണ്ട്, പിന്നെ പൊറോട്ട ഉണ്ട്. ഇവിടെ സാറേ ഇരുന്ന സാറേ, ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ, അവൻ എന്ത് എന്താടാ? എന്തേടാ? പിന്നെ ഇവിടെ അവൻ എന്ത് സ്റ്റാഫൻ? പോത്തപ്പറപ്പ നീ ഇവിടെ വന്നിരിക്കണം. നീ ഇതിന് സാറിന് കൊണ്ട് ദോശ കൊടുത്തേ. സാറിന്റെ ദോശയുടെ കൂടെ ഒരു ഉറുപ്പിനെ പോലും നോക്കാത്ത ഈ പാവത്തിന് ഒരു ഓംലേറ്റ്. ഞാൻ പറയട്ടെ സാറിനോട്? പറയും. സാറേ കപ്പയും മീൻകറി ഉണ്ട്. പിന്നെ എനിക്ക് പറയാം. കൊണ്ട് കൊട്രാ. എന്നതാടാ ഇത്? തുണി ഇട്ടോണ്ട് വന്നിട്ട് ഇങ്ങനെയാണോ കൊടുക്കണം? അയ്യോ ഇത് ഇവിടുത്തെ സ്റ്റാഫോ? അല്ലെന്നേ, ഞാനൊരു വെബ് സീരീസിന്റെ ഷൂട്ടിന്റെ ഇടയിൽ വരെയാണ്. ആണോ? ഇതേപോലെ ഒരാൾ അവിടുത്തെ പ്രൊഡ്യൂസർ. അത് പിന്നെ
ചേട്ടന് സഹോദരന്മാരല്ലോ ബ്രദറോ എന്റെ ഒരു അനിയനുണ്ട്, അനിയനുണ്ട്. അനിയനായോണ്ട് പറയണ ഇതൊന്നും വിചാരിക്കല്ല കേട്ടോ. ആ തെണ്ടി ഉണ്ടല്ലോ കാണിച്ചു വെച്ച പരിപാടി ഒരു 5-6 പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്ത് 8 ദിവസമായി ഹോട്ടലിൽ പൈസ കൊടുത്തില്ല, ഫുഡിന് പൈസ കൊടുത്തില്ല. എന്തിന് എനിക്ക് വേഷം തരാന്ന് പറഞ്ഞിട്ട് 5000 രൂപ അവനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടണം. അടിക്കണം ചേട്ടാ, ഇടിച്ചവന്റെ കൂമ്പോലക്കും. അമ്മയ്ക്കാണ് അവൻ മുടിഞ്ഞ് അവൻ നാരായണ അവൻ നശിച്ചു പോട്ടെ. വിഷമമുണ്ട് കേട്ടോ. വിഷമം മനസ്സിലായി സാറേ. ഹലോ, മനസ്സിലായി. ഇത് മറ്റേതായിരുന്നല്ലേ? എന്താണ് ഒറിജിനല്ല, ഒറിജിനൽ പോലെ തോന്നല്ലേ? ഇതിന്റെ അഭിനയത്തിന്റെ ഇട്ടോണ്ട് ഇറങ്ങിയേക്കാം മനുഷ്യനെ തീറ്റിക്കാൻ. എങ്ങനെ ഞാനിവിടെ ഉണ്ട്, ഞാൻ തരാം. സമയം കിടക്കല്ലേ ചേട്ടാ, എനിക്ക് സാമ്പാർ ഒഴിക്ക്. ആ പേര് ഇവിടെ പറയാൻ പറഞ്ഞത് അറിയാൻ പറഞ്ഞത്. എന്നെ എന്തിനു പഠിച്ചത്? അവന്റെ അച്ഛന്റെ ഇരട്ട പേരാ. അതെനിക്കറിയാം. ഓടിക്കോ ഓടിക്കോ എന്റെ സൂണ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. പൈസ നിനക്ക് പൈസ ഞാൻ തരാം. പക്ഷേ ഇവിടെ വരുന്ന കസ്റ്റമറൊക്കെ തല്ലി ഓടിച്ച് എങ്ങനെ കച്ചവടം നടക്കും? 5 മിനിറ്റ് സമയം ഞാൻ തരാം. 5 മിനിറ്റ് സമയം. ഞാൻ തിരിച്ചു വരുമ്പോ എനിക്ക് 5000 രൂപ എടുത്തു നോക്കണം, അല്ലെങ്കിൽ എടുത്തു വെക്കാം. 5 മിനിറ്റ് സമയം. ഓ ആയിക്കോട്ടെ. ചേട്ടാ, നീങ്ങി വന്നേ. ഞാൻ ഒരു കാര്യം പറയാം. എന്താ? ഞാൻ ടൗണിൽ നിന്ന് ഒരാൾ കിണ്ണന്റെ ഒരു ഗുണ്ടയെ കൊണ്ടിറക്കാം. ഗുണ്ടേനെ? ആടിപൊളി ഗുണ്ട. അല്ല, അവന് നമുക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ? പിന്നെ എന്തെങ്കിലും ചില്ലറ എന്തെങ്കിലും കൊടുക്കണം. ചില്ലറ എത്ര വേണേലും ഞാൻ കൊടുക്കാം. എത്ര രൂപ കൊടുക്കണം? അപ്പൊ കുറച്ച് പൈസ മതി, ഒരു 15000 രൂപ. 5000 രൂപയാണ് അവൻ ചോദിക്കണേ. ഇനി അവനെ ഒഴിപ്പിക്കാൻ അവന് 15000 ഉണ്ടാക്കാം. ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ. അവൻ പോണെങ്കിൽ മതി. വെറുതെ അല്ല നിന്റെ സീരിയൽ ചീറ്റി പോയത്. അങ്ങനെ പറയല്ലേ പ്ലീസ്. ഇവിടെ നിന്ന് മര്യാദ പറഞ്ഞേക്കാം. കൂടെ എന്റെ കട മുടിപ്പിക്കും ആവശ്യമില്ലാതെ. എന്റെ ദൈവമേ, ലോൺ കൊടുത്തത് കടയാണ്. ഹലോ, കഴിക്കാനുണ്ട്. കഴിക്കാൻ ദോശ, പൊറോട്ട, കപ്പ, അപ്പം. അപ്പം പുട്ടുണ്ട്, പയറുണ്ട്, പപ്പടമുണ്ട്. ഞാനേ സ്ഥലം മാറുന്ന സി-ആണ് ഇവിടെ. ആണോ? പുതിയതായിട്ട് സ്റ്റേഷനിൽ അത് ശരിയാ. രാവിലെ ഇറങ്ങിയതാണ്. ഓ, ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനില്ല. കാര്യം ഇവിടെ ഇച്ചിരി പ്രശ്ന മേഖലയാണ്. പ്രശ്ന മേഖല ഇവിടെ ഈ ഗുണ്ട വിളയാട്ടാണ് സാർ. ഇവിടെ ഞാനുള്ളപ്പോഴാ ഇടിച്ച് മൂക്കി ഞാൻ തകർക്കും. എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഇടിച്ച് തകർത്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു തകർപ്പനാണെന്നറിയാം. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടിച്ചവന്റെ ഞാൻ എട്ടപ്പാട് തീർത്ത് കളയും. 2 പൊക്കിയാണ് നടക്കിയാണ്. ദോശയാണോ, പൊറോട്ടയാണോ, കപ്പ വേണം, മീൻ കറി? ദോശ മതി. ദോശ ഇവിടെ. ദോശ അല്ല, ദോശ എടുക്കാം സാറേ. ഓക്കെ, കൂടുതൽ വേണ്ട. ഇവിടെ കേട്ടോ. ഇതില് ഒഴിക്കാൻ എന്താ? ഒഴിക്കാൻ ചമ്മന്തി ഉണ്ട്, കടലക്കറി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, മീൻ കറി ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. ഇവിടെ ദോശക്ക് സാമ്പാർ സാമ്പാർ ഉണ്ടെങ്കിൽ സാർ അതെന്താ പ്രശ്നം? ഇവിടെ ഈ സാമ്പാർ വിൽക്കാൻ ഒക്കത്തില്ല സാർ. എന്താണ്? അല്ല, സാമ്പാർ വിറ്റ് കഴിഞ്ഞാലേ ഇവിടെ ഒരു ഗുണ്ടയുണ്ട്, സുഗുണൻ എന്ന് പറഞ്ഞ. അവന്റെ അച്ഛന്റെ ഇരട്ടപ്പേരാണ് ഈ സാമ്പാർ എന്ന്. അത് കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ 5000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ കഴിച്ചവരെ 2-3 തല്ലി ഓടിച്ചു. താൻ ഈ ലോകത്താണോ ജീവിക്കുന്നത്? ഞാനിവിടെ അല്ല സാറേ ജീവിക്കണം. ഇവിടെ ഒരു സാമ്പാറിന്റെ പ്രശ്നത്തിൽ തല്ലണം. അത് ഞാനിവിടെ നിൽക്കുമ്പോ. അല്ല സാർ, ഇപ്പോഴല്ലേ വന്നത്. താൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. സാധനം സെറ്റ് അവനെ ഞാൻ തീർത്തോളാം കേട്ടോ. സാമ്പാർ വേണ്ട സാറേ. താൻ ഒഴിയടോ. സാമ്പാർ കൊടുക്കണ്ടേ? ഞാനല്ലേ ഇവിടെ. അല്ലല്ല, ഒഴിക്കല്ലേ. അവൻ കാശ് ചോദിക്കാൻ പറ്റുന്നുണ്ട് സാറേ. ഒരു മിനിറ്റ്, ഒഴിക്കല്ലേ. വേറെ പറയട്ടെ. കാശ് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. നീ ആ കവല നിന്നാ ഞാൻ അങ്ങോട്ട് കൊണ്ട് തരാം. കവലയിൽ നിൽക്കുന്നില്ല, നങ്ങാറുള്ളവരെ നിൽക്കുന്നില്ല. നീ മര്യാദ പൈസ എടാ, ഞാൻ കച്ചവടം ആയില്ല, ഞാൻ വൈകിട്ട് തരാം. വൈകിട്ട് പറ്റില്ല, ഞാൻ പറഞ്ഞിട്ട് പോയാൽ 5 പൈസ. കച്ചവടം നടക്കണ്ടേ? കച്ചവടം നടന്ന എനിക്ക് പൈസ പൈസ ഇട്ടാ പോകത്തില്ല. ഉറപ്പായിട്ട് പോകത്തില്ല. എടോ, സാമ്പാർ സാമ്പാർ ഒഴിക്കും. എത്ര നേരം ഞാൻ ഇരിക്കാൻ? നിന്റെ ഒക്കെ കൂട്ടം നേരത്തെ സീരിയൽ അഭിനയിക്കുന്ന ഒരുത്തനായി പണി കൊടുത്ത് വിട്ടാ പറഞ്ഞ് മനസ്സിലാക്കില്ല. അവന്റെയൊക്കെ സീരിയൽ അഭിനയം അവിടെ നീ ആരാ തല്ലിയെന്നറിയാം? നീ ആരാ തല്ല് മേടിച്ചെന്ന് നിനക്കറിയാം? നിനക്ക് അറിയാലോ ആരാ? നീ അറിയണം. നീ ഇടിവെട്ടെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇടിവിട്ട? അത് കാണാൻ ഇടിവെട്ടിന് മുന്നേ ഒരു മിന്നൽ എന്ന് പറഞ്ഞ സാധനം നീ കണ്ടിട്ടുണ്ടോ? കണ്ണൂർ, വിയൂർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മാറി കിടന്നിട്ട് എന്നോട് മിന്നൽ അറിയാമെന്ന് ചോദിക്കാം. ഈ സീരിയലുകാരനെ മിന്നൽ ഞാൻ തരും. അങ്ങോട്ട് പേടിയില്ല.
ഇവിടെ ഒറിജിനൽ സ്ഥലം മാറി വന്നു ഓക്കെ സാർ ഞാൻ അമ്മച്ചി ആ റേഷൻ കടയ്ക്കാണ് ഞാൻ ഇപ്പൊ റേഷൻ മേടിച്ച് കൊടുത്തേ നീ എവിടെ സാറേ ഒരു അവസരം സാർ പ്ലീസ് ഞാൻ അറിയാതെ വന്ന എന്നെ തല്ലിയ എല്ലാരും തല്ലി സാറേ സാമ്പാർ വിറ്റാൽ ഞാൻ 5000 രൂപ ഫൈൻ കൊടുക്കണമെന്ന് പറഞ്ഞേക്കെ ഇവിടെ എങ്ങാനും ഇവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇടിച്ച് ഞാൻ ഇവന്റെ നാട്ടിൽ കേട്ടു വെച്ചിട്ട് ഞാൻ എടുത്തോളാം കേട്ടാ പിന്നെ പൊക്കിക്കോളാം ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നേക്കാം വന്നേക്കാം സാർ ഈ ഫുഡ് എന്റെ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ ഇതല്ല വേറെ കൊണ്ടുവരും കേട്ടാ മൂട് മൈൻഡ് ഉണ്ടാക്കാം സാറേ മതി പട്ടലൊടിച്ചു കളാണ് വേണ്ട ഇനി ഞാനിവിടെ ഗുണ്ട ഗുണ്ട വലിയ ഗുണ്ട ഇങ്ങനെയുള്ള സാറന്മാരാണ് ഇവിടെ വേണ്ട ഈ നാടിന് ആവശ്യം ചേട്ടോ 5 ദോശയും സാമ്പാറും കേട്ട് എന്നാ പിന്നെ കേട്ടോണ്ടിരിക്കാൻ ഇത്തിരി സാമ്പാർ കൊടുത്തു എന്നെ തല്ലി കൊള്ളിക്കാം